ആദ്യമായിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. ആർക്കെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു മുട്ടക്കറി, അതായത് എഗ്ഗ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ട ഉള്ളി, തക്കാളി അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പറിലായിട്ടും ചോപ്പ് ചെയ്ത് ഒരു കുഞ്ഞി കുക്കറിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വെണ്ണ ഒഴിച്ച് നമ്മൾ ഒറ്റ വിസിൽ കൊണ്ടാകുമ്പോൾ നമുക്ക് നല്ലോണം എന്താ പറയുക, നല്ല ഇതായിട്ട് വെന്ത് കിട്ടും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുമ്പോൾ അത് മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം മാത്രമേ മറ്റുള്ള പൊടികൾ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി മുട്ടക്കറിക്ക് മാക്സിമം കുറച്ച് ആഡ് ചെയ്താൽ ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടും. ഇത് ഭയങ്കര വലിയ റെസിപ്പിയൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കറീൻ്റെ റെസിപ്പിയാണ്. കാരണം ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി. അപ്പം നമ്മൾ മല്ലിയും ആഡ് ചെയ്തു, മഞ്ഞൾ ആഡ് ചെയ്തു. ഇതൊക്കെ ഒന്ന് മണം മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ യോജിപ്പിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുരുമുളക് പൊടി. വോയിസിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ടാവും, അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ അതും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ കൂടുതൽ തിളച്ച വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ തണുത്ത വെള്ളം ആഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ല തിളച്ച വെള്ളമാണ് എല്ലാ കറികൾക്കും കൂടുതൽ ആഡ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ തിളച്ച വെള്ളം നമ്മൾക്ക് എത്രയാണോ ആൾക്കാരുള്ളതിനനുസരിച്ചിട്ട് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം അധികം നമ്മൾ യൂസ് ചെയ്യുക. കുറച്ചാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അതൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ച് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പം തന്നെ നമുക്ക് നല്ല കുറുകി കിട്ടും. പക്ഷേ ഈ സമയത്തൊക്കെ ഒരു കുത്തലുണ്ടാവുമേ, മസാലേൻ്റെ ഒരു കുത്തലുണ്ടാവും, അതെന്തായാലും ഉണ്ടാവും. അത് പോകേണ്ട ടിപ്സ് ലാസ്റ്റ് പറയാം. പിന്നെ നമ്മൾ ചെയ്യുക, പുഴുങ്ങി വെച്ച എഗ്ഗ് ആഡ് ചെയ്യുക. എഗ്ഗ് 2 പീസായിട്ട് ഇട്ട് കഴിഞ്ഞാലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ കുറച്ച്, അതായത് ഒരു മസാല കുത്തുണ്ടാവും ലാസ്റ്റ്. ആ സമയത്ത് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നോർമൽ പാലോ ബട്ടറോ ഫ്രഷ് ക്രീമോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. ഞാനിവിടെ നോർമൽ പാല് കുറച്ച് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ അവിടെ അധികം തിളപ്പിക്കരുത്, ഫ്ലെയിം ഓഫ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈസി ആയിട്ടുള്ള എഗ്ഗ് കറി റെഡിയായി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ്. വളരെ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നോർമൽ ഒരു കറി. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, എങ്ങനെയുണ്ട്.